ഹലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് 4 വലിയ സവാള എടുത്തിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. അത്യാവശ്യം മുരിഞ്ഞ് കിട്ടിയാൽ നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഉള്ളി കരിഞ്ഞ് പോവാതെ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം. ഉള്ളി കരിഞ്ഞ് പോയാൽ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി ഇതേ നിലയ്ക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കന് 1/2 കിലോയിൽ ഇത്തിരി കൂടുതൽ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കിലോ അരിയിലേക്ക് 1 കിലോ ചിക്കൻ തന്നെ ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 വലിയ ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗ്രാമ്പു പട്ട ഏലക്ക കുരുമുളക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയിൽ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി അവിടെ മാറ്റി വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മൂടി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ചിക്കൻ ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം. അങ്ങനെ അത്യാവശ്യം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി അരി കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ടേക്കണം. 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിനായിട്ട് 1 കിലോ അരി എടുത്തിട്ട് ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കനിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അരി വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക കുരുമുളക് ബേ ലീഫ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരി വെള്ളത്തിലിട്ട് വെച്ച അരി ഇതിലേക്ക് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3/4 ഭാഗം വേവുന്നവരെ ഒന്ന് അടച്ച് വെക്കാം. ഫ്ലെയിം ഫുള്ളിലാക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചോറ് 3/4 ഭാഗം 90% ചോറ് വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റിയിട്ട് വെള്ളം വാർന്നു പോയതിന് ശേഷം ദമ്മിടാനായിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള മസാല അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും ചോറ് ബാക്കി ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളി പൊരിച്ചത് ബാക്കി ഉണ്ടായിരുന്നത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടച്ചു വെച്ചതിന് ശേഷം വെയിറ്റ് വെച്ച് കൊടുക്കുക. പിന്നെ അടിയിൽ തവ വെച്ച് ഒരു പഴയ തവ എന്തെങ്കിലും വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ദമ്മിട്ടിട്ട് 10 മിനിറ്റ് വരെ ഒന്ന് ദമ്മിടാം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ദമ്മിട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കാനായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കച്ചമ്പറും തൈര് കൊണ്ടുള്ള കച്ചമ്പറും അച്ചാറുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സൈഡ് ഡിഷായിട്ട്. നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹൈദരാബാദി ബിരിയാണി സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യണം, ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായത്.